നമസ്കാരം, ഞാൻ സിനോബി. ഇടപ്പറമ്പി ഫാംസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്ന അങ്കമാലിക്കടുത്ത് കിടങ്ങൂരുള്ള സുന്ദരൻ ചേട്ടന്റെ ലീല ചേച്ചിയുടെയും വീട്ടിലാണ്. ഇവിടെ ഇവർക്ക് 7 കറവ പശുക്കളും അതിന്റെ കുട്ടികളുമാണ് ഉള്ളത്. ഇവിടുത്തെ പശു വളർത്തലിന്റെ പ്രത്യേകത പശുക്കളുടെ തീറ്റച്ചെലവ് കുറയ്ക്കാനായി പ്രകൃതിദത്തമായ പല കാര്യങ്ങളും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ലീല ചേച്ചിയുടെയും സുന്ദരൻ ചേട്ടന്റെയും പശു വളർത്തലാണ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ ലീല ചേച്ചി. ചേച്ചി ഇടപ്പറമ്പി ഫാമിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ പശു വളർത്തൽ തുടങ്ങിയിട്ട് ഒരുപാട് നാളായോ? 20 വർഷമായി. 20 വർഷമായി. എങ്ങനെയാണ് ഈ പശു വളർത്തലിന്റെ ആരംഭഘട്ടം? ആരംഭഘട്ടം എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പ് തന്നെ എൻ്റെ വീട്ടിൽ നിന്ന് ഒരു പശുവിനെ കൊണ്ടുവന്നു. പശു എന്ന് പറഞ്ഞാൽ കിടാവ്. അത് കഴിഞ്ഞ് വേറൊരു കിടാവിനെ കൊണ്ടുവന്നു. അങ്ങനെ 2 പശുക്കളിൽ നിന്നാണ് ഞങ്ങൾ ഇത്രയും പശുക്കളായത്. തുടങ്ങാനൊരു കാരണം ഉണ്ടാവുമല്ലോ. വീട്ടിലെ ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നില്ല, പണ്ടുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ വരുമില്ല ഇല്ലായിരുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പശു വളർത്തൽ തുടങ്ങാൻ ഒരു കാരണം? വേറൊരു വരുമാനം വെക്കില്ലല്ലോ. അപ്പൊ ഈ വരുമാനം പക്ഷെ ചേട്ടന് നിസ്സാര കൂലിപ്പണിയായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഒരു വരുമാനത്തിന് വേണ്ടിയിട്ട് നമ്മളിത് തുടങ്ങിയത്. ഒരു കിടാവിൽ നിന്നാണ് തുടങ്ങിയത്. എത്ര പശു വരെ ചേച്ചി വളർത്തിയിട്ടുണ്ടോ? 8 ഉണ്ടായി. അതിലൊരെണ്ണം കൊടുത്തതാ. ഇപ്പൊ 7 ഉണ്ട്, ഒരു കിടാവുണ്ട്. ഇവിടുത്തെ പശു ഫാമിൽ സ്വന്തം പശുക്കുട്ടികൾ കറവ പശുക്കളായി മാറിയതാണ് കൂടുതലും. ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ പശു വളർത്തൽ വിജയകരമാണ്. 2 വാങ്ങിച്ചാലുണ്ട്, ബാക്കി 5 ഇവിടെ തന്നെ ഉണ്ട്. അപ്പം പുറത്തുനിന്ന് വാങ്ങിക്കണാണ് അത് നമ്മുടെ പശുക്കുട്ടി ചെനപിടിപ്പിക്കണ ഏറ്റവും ഏതാ നല്ലത്? നമ്മുടെ വീട്ടിലുണ്ടാവണത് അതല്ലേ നല്ല പശുക്കള്. നമ്മൾ പുറമേന്ന് വാങ്ങുമ്പോൾ ഒരുപാട് പൈസയൊക്കെ കൊടുക്കണ്ടേ? അപ്പൊ അതിന്റെ ആവശ്യമില്ല. അതാണ് ഏറ്റവും നല്ലത്. അപ്പൊ ഇപ്പൊ തീറ്റയ്ക്കൊക്കെ വില കൂടുതലല്ലേ, ആ സമയത്ത് ഈ കിടാവിന് നിർത്തുന്നത് നല്ലതാണോ? അങ്ങനെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഡയറിയിൽ നിന്ന് നമുക്ക് കന്നുകുട്ടിയുടെ തീറ്റ കിട്ടും. പിന്നെ പശുക്കൾക്ക് 4 പ്രാവശ്യം പശുക്കൾക്ക് തീറ്റ കിട്ടും. അതിന് പകുതി പൈസ നമ്മൾ കൊടുത്താൽ മതി. കന്നുകുട്ടി കിട്ടുന്നതും പകുതി പൈസ കൊടുത്താൽ മതി, പശുവിന് കിട്ടുന്നതും പകുതി പൈസ. അങ്ങനെ കുറച്ച് ലാഭം നമുക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇനി ലീല ചേച്ചിയുടെ പശു ഫാമിലെ പശുക്കളെ നമുക്ക് പരിചയപ്പെടാം. ഇതിനെ ഞങ്ങൾ പേരിട്ടേക്കണത് ഇങ്ങനെയാണ്. ഞാൻ പറഞ്ഞില്ല, മൂക്കുനുക്കായിട്ട്. വേറെ പേരില്ല. അത് അവിടെ നിന്ന് വാങ്ങിച്ചാരുണ്ട്. അവളെ തിരിയാൻ വേണ്ടിട്ട് ഞങ്ങൾ അങ്ങനെ വിളിക്കും. എല്ലാവരും കറുത്തത് തന്നെയാണല്ലോ. അപ്പൊ അവളെ അങ്ങനെ തിരിയാൻ വേണ്ടിട്ട് വിളിക്കും. പിന്നെ ഇവിടെ നന്ദിനിന്ന് വിളിക്കും. അവളെ പാറൂന്ന് വിളിക്കും. ഇതിൽ ഏറ്റവും മൂത്തതാണോ ഇത്? ഏറ്റവും മൂത്തത് ഇവള്, അത് കഴിഞ്ഞിട്ട് ഇവള്, അത് കഴിഞ്ഞിട്ട് ഇതേല അവള്. ഇതിപ്പോ ഇവിടെ ഉണ്ടായതാണ്. ഇവിടുന്ന് മുതൽ അങ്ങോട്ട് എല്ലാവരും ഇവിടെ ഉള്ളതാ. ഇവര് 2 മേടിച്ചത്. ഇതിപ്പോ എത്രാമത്തെ പ്രസവം? അങ്ങേറ്റത്തെ മൂത്ത അവള് 4ാമത്തെ. ഇവള് 3ാമത്തെ. അപ്പൊ നമുക്ക് എത്ര ലിറ്റർ പാലിട്ട്? ഇപ്പൊ തലമുറകളല്ലേ. അപ്പൊ അവക്ക് 12 ലിറ്റർ പാലുണ്ടായിരുന്നു. ഞങ്ങൾ 60,000 രൂപ വാങ്ങിച്ചതാ. നല്ല പാലായിരുന്നു അന്നത്തെ, നല്ലതായിരുന്നു. ഇപ്പൊ ഞങ്ങള് പാല് കുറഞ്ഞു വന്നു. ഇങ്ങനെ ഓരോ പ്രസവം കഴിയുമ്പോ കുറഞ്ഞു വരുമല്ലോ പാല്. ഇപ്പൊ 4ാമത്തെ കഴിഞ്ഞ 5ാമത്തെ ഇപ്പൊ കുത്തിവെച്ചേക്കണേ. ഇപ്പൊ കാലത്തൊരു 4 ലിറ്ററിന്റെ അത്ര ഉള്ളൂ കുറഞ്ഞ പാല്. ഇവക്കും കിട്ടേണ്ട ഒരു 4 ലിറ്റർ പാല്. ആദ്യം കിട്ടിയ അതേ അളവ് ഇപ്പൊ കിട്ടുന്നില്ല. അതെ. പിന്നെ അടുത്ത ഇത് നമ്മുടെ ഇവക്കടെ ഞങ്ങള് പാറൂന്ന് വിളിക്കും. പാറു. ഇപ്പൊ ഇതിന് ഏകദേശം എത്ര ലിറ്റർ പാല്? ഇവക്ക് കാലത്തൊരു 7 ലിറ്റർ പാല് കിട്ടണുള്ളൂ. അമ്മയുടെ അതേ ഒരു ഗുണം ഇതിനുണ്ടോ? അമ്മയുടെ അത്രയും പറ്റില്ല. അമ്മ നല്ല വലിയ പശുവായിരുന്നു. അവള് ഈ അറ്റാക്ക് വന്ന് ചത്തുപോയി. ഇത് ഞങ്ങളുടെ വീട്ടിലുണ്ടായതാ. ഇവിടെ ഉണ്ടായതാ. അത് ഇവരുടെ ഒന്നും മക്കളല്ല കേട്ടോ, വേറെ പശുവിന്റെ. അതിനെ കൊടുത്തു, തള്ളേനെ കൊടുത്തു. അതിന്റെ ഇതിനെ അമ്മണിന്ന് വിളിക്കുന്നു. അമ്മണി. പിന്നെ അവളെ ദേവിന്ന് വിളിക്കുന്നു. ഇവളുടെ മോളാണ് ഇത്. ഇതിന്റെ മോളാണ് ഇത്. കുട്ടിയുണ്ടോ? അവക്കടെ കുട്ടിയാണ് പാടത്ത് ഇപ്പൊ ചെനയിൽ നിൽക്കുന്നത്, കറക്കണില്ല. ഇവിടെ പശുക്കൾക്ക് KS പെല്ലറ്റും കഞ്ഞിയുമാണ് കൊടുക്കുന്നത്. അതും 3 നേരമാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പൊടുത്തവിടുകളുടെ ചെലവ് വളരെ ലാഭമായി കിട്ടുന്നുണ്ട്. KS കാലത്ത് 2 കൊടുക്കും, ഉച്ചയ്ക്ക് 2 കൊടുക്കും, വൈകുന്നേരം കൊടുക്കും. ഞങ്ങൾ 3 നേരം പശുവിന് വെള്ളം കൊടുക്കും. അപ്പൊ 6 കിലോ തീറ്റ കൊടുക്കും. 6 കിലോ തീറ്റ കൊടുക്കും. അതായത് പാലനുസരിച്ചാണ്. പാലനുസരിച്ചല്ല, എല്ലാവർക്കും ഒരേ തോതിൽ വിശപ്പൊക്കെ എല്ലാവർക്കും ഒരേപോലെ എന്നും പറഞ്ഞിട്ടല്ല, ഒരേപോലെ. കിടാക്കൾക്ക് കുറച്ചേ കൊടുക്കുള്ളൂ. ഇപ്പൊ 3 നേരം എന്തുകൊണ്ട് പണ്ട് മുതൽ ശീലിപ്പിച്ചാണ് അത്? പണ്ട് മുതൽ അങ്ങനെ എല്ലാവരും എന്നോട് ചോദിക്കാൻ തന്നെ 3 നേരം കൊടുക്കണേന്ന്. പക്ഷെ സാധാരണ 2 നേരം കണ്ടിട്ടുള്ളൂ. അതാ 3 നേരം കൊടുക്കും. 3 നേരം കൊടുക്കും. 3 നേരം കൊടുക്കുന്നോണ്ട് എന്തെങ്കിലും അങ്ങനെ പാലിന്റെ വ്യത്യാസം നമുക്ക് നമ്മൾ നോക്കാറില്ല. പക്ഷെ നമ്മള് ഭക്ഷണം കഴിക്കാനുള്ളതെന്ന് പറഞ്ഞിട്ട് ചേട്ടൻ പറയുമ്പോ 3 നേരം കൊടുക്കാന്ന് പറഞ്ഞു. ഭക്ഷണം കഴിക്കുന്ന പോലെ തന്നെ അവർക്കും കൊടുക്കും. ഇവിടെ തീറ്റ കൊടുത്തപ്പോ ഞാൻ ശ്രദ്ധിച്ചു, വെള്ളമായിട്ട് കൊടുക്കണേ. സാധാരണ കൊടുക്കണേ പുട്ട് പോലെ നമുക്ക് കുഴച്ച് കൊടുക്കണേ. ചേച്ചി പണ്ട് മുതൽ ഇങ്ങനെ വെള്ളമായിട്ടാണ് കൊടുക്കണേ? ആദ്യം മുതൽ വെള്ളമായിട്ട് തന്നെ കൊടുക്കണം. വെള്ളം എന്ന് പറഞ്ഞാൽ കേസും കഞ്ഞിയോട് ഒഴിക്കും. അവർക്ക് ആവശ്യമുള്ള വെള്ളം അതിനകത്ത് ഒഴിച്ച് കൊടുക്കും.
അതെന്താ അങ്ങനെ കൊടുക്കാൻ വല്ല കാരണം? ഇങ്ങനെ കുഴച്ച് ചേർക്കുമ്പോൾ വാരി താഴത്തേക്ക് കട്ടിക്കളി അവര്, അതുകൊണ്ടാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പൊ തീരെ നഷ്ടമൊന്നും വരില്ല അല്ലേ? നഷ്ടം കളയില്ല. പിന്നെ അവരുടെ വെള്ളം ദാഹവും മാറും. ഇവിടെ വൈക്കോലിന് ചെലവ് കുറയ്ക്കാനായി വൈക്കോലിന് പകരമായി അടയ്ക്ക മരത്തിന്റെ പാളയാണ് കൊടുക്കുന്നത്. ഇനി അത് കൊടുക്കുന്ന രീതി നമുക്ക് കേൾക്കാം. ഇപ്പൊ ഞങ്ങൾ എല്ലായിടത്തും ഒന്നും കണ്ടിട്ടില്ല, ഇത് ഇവിടെ ശീലിപ്പിച്ചതാണോ? ഞങ്ങൾ ശീലിപ്പിച്ചതാ, വേറെ ആരും കൊടുക്കുന്നത് നമ്മൾ നോക്കണില്ല. നമ്മള് നമ്മുടെ ഇഷ്ടത്തിന് തിന്നണം അവര്. അപ്പൊ അവരുടെ വിശപ്പിന് ഇട്ട് കൊടുക്കണം. ഇതിങ്ങനെ കീറിയിട്ട് ഇങ്ങനെ കീറിയിട്ട് കൊടുക്കും, പിന്നെ ഇത് അരിഞ്ഞിട്ടും കൊടുക്കും. ഇതും കൊടുക്കും, എല്ലാം കൊടുക്കും, ഒക്കെ കൊടുക്കും, അതും കൊടുക്കും. ഇതെങ്ങനെയാണ് കൊടുക്കുന്ന രീതി വല്ലതും ഉണ്ടോ? രീതി എന്ന് പറഞ്ഞാൽ കുതിർത്തിട്ട് അരിഞ്ഞു കൊടുക്കും, ഉണങ്ങിയത്. അല്ലെങ്കിൽ പച്ചയാണെങ്കിൽ അങ്ങനെ തന്നെ കൊടുക്കും. ചെറുതായിട്ട് അരിയണോ? ചെറുതായിട്ട് അരിയണം. ഇപ്പൊ എത്ര നേരം അങ്ങനെ ഉണ്ടോ? അല്ല, എല്ലാവർക്കും കൂടി 5-10 ഇട്ട് കൊടുക്കും ഒരു ദിവസം. 10 കൂടുതൽ കൊടുക്കുമെങ്കിലും കുറവ് കൊടുക്കില്ല. ഇത് കൊടുത്തിട്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? വിശപ്പാറ് അവരുടെ. പിന്നെ നമുക്ക് പാലിന്റെ നമുക്ക് അങ്ങനെ നോക്കണില്ല. നമ്മള് അങ്ങനെ ഇത് കൊടുത്തിട്ടാണോ പാല് കൂടുതൽ കുറവ് നമ്മൾ നോക്കണില്ല. കൊടുക്കും. വൈക്കോല് കുറയ്ക്കാൻ? വൈക്കോല് കുറയ്ക്കാം. പാൽ ഉൽപാദനം വർദ്ധിപ്പിക്കാനും പശുക്കളുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി കൊടുക്കുന്നത് ഈ കാണുന്ന കാൽസ്യം പൗഡറാണ്. അതും ഈ കാൽസ്യം പൗഡർ ഇവർക്ക് കിട്ടുന്നത് സൗജന്യമായിട്ടാണ്. ഈ പൊടിയും കൊടുക്കും. ഇതിപ്പോ നമ്മുടെ കാൽസ്യപ്പൊടി. ഇതെങ്ങനെയാ, നമ്മൾ പുറത്തുനിന്നാണോ അതോ എങ്ങനെയാ? അല്ല, ഇത് ഇപ്പൊ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ പൊടിയാണ്. മൃഗാശുപത്രിയിൽ നിന്ന് കിട്ടിയത്. പിന്നെ തീറ്റയുടെ കൂടെയാണ് അതെങ്ങനെയാണ്? ഞങ്ങൾ തീറ്റയുടെ അല്ല, ഇത് ഞങ്ങൾ ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. ഇത് മാത്രമല്ലോ കാൽസ്യപ്പൊടി മാത്രമാണ് നമുക്ക്? അല്ല, വിരയുടെ ഗുളിക അതൊക്കെ ഗുളികയും തരും, ഫ്രീ ആയിട്ട് നമുക്ക് തരും. ഇത് നമ്മൾ തീറ്റയുടെ കൂടെ മിക്സ് ചെയ്ത് നമ്മൾ കൊടുക്കണം. എല്ലാവരും വേറെ എങ്ങനെ കൊടുക്കുന്നത് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ ആ കൂടെ ഇട്ട് കൊടുക്കും. ഞങ്ങൾക്ക് അങ്ങനെ അല്ലാണ്ട് പശുവിനെ പരിപാലിക്കാൻ അറിയില്ല. വായിലൊന്നും വെച്ച് കൊടുത്ത്. ലീല ചേച്ചിയുടെ വീടിന്റെ അടുത്ത് പാടം ഉള്ളതുകൊണ്ട് തന്നെ പശുക്കളെ കാലത്ത് മാത്രം അഴിച്ചുവിട്ടാണ് തീറ്റുന്നത്. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ പശുക്കളുടെ ആരോഗ്യ സംരക്ഷണം നടക്കുന്നുണ്ട്. പാടത്ത് കൊണ്ടുവന്ന് കെട്ടി. രാവിലത്തെ എങ്ങനെയാ ചേച്ചി? എത്ര മണിക്ക് എഴുന്നേക്കും? അപ്പൊ ഞങ്ങൾ 5:30 എഴുന്നേൽക്കുള്ളൂ. 5:30. ഓക്കെ. അതിനുശേഷം പശുക്കൾക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം? അപ്പൊ 5:30 എനിക്ക് ചാണം വാരി തൊഴുത്ത് കഴുകി അവർക്ക് വെള്ളം കൊടുത്ത് കറക്കാനിരിക്കും ചേട്ടൻ. ഞാൻ എനിക്ക് അത്രയും പണികൾ ചെയ്യും. ചേട്ടൻ എനിക്ക് കറക്കാനിരിക്കും. അത് കഴിഞ്ഞ് ചേട്ടൻ പാല് കൊണ്ട് കൊടുത്തുകൊണ്ട് വരുമ്പോ പാടത്തേക്ക് കൊണ്ടുവന്ന് കിട്ടും പശുക്കളെ ചേച്ചി കൊണ്ട് കെട്ടും. ചേട്ടൻ വന്നിട്ട് ചേട്ടനും കൊണ്ടുപോകും, ഞാനും കൂടി കൊണ്ടുപോയി. പിന്നെ ഈ വശത്തേക്കുള്ള പശുക്കളെ ഈ പാടത്ത് കൊണ്ടുവന്ന് കിട്ടും 2 ആളെ. അത് കാലത്ത് തന്നെ ഞാൻ ചെയ്യും. പിന്നെ ഉച്ചയ്ക്ക് കറവയ്ക്ക് മുമ്പ് അവരെയും കൂടെ അയച്ചു കൊണ്ടുവരും. 10:30 ആകുമ്പോഴേക്കും. പിന്നെ ആ പാടത്തുള്ളവരെയും കൊണ്ടുവരും. കറക്കാത്തവരെ അവിടെ തന്നെ വെള്ളം കൊടുത്ത് അവിടെ നിർത്തും. ഇപ്പൊ ചൂടുള്ള സമയമല്ലേ ചേച്ചി? നന്നായിട്ട് പശുക്കളെ നനച്ച് ശരിക്കും കുളിപ്പിക്കും. എത്ര നേരം കുളിപ്പിക്കും? ഞങ്ങൾ 4 നേരം കുളിപ്പിക്കുന്നുണ്ട്. 4 നേരം കുളിപ്പിക്കുന്നുണ്ട്. പിന്നെ വൈകിട്ട് നമ്മൾ എപ്പോഴാ ക്ലോസ് ചെയ്യുന്നത്? ഞങ്ങൾ രാത്രി 8 മണിയായിട്ട് കൊടുക്കും. അപ്പോഴും നനപ്പിക്കുമോ? അപ്പോഴും കുളിപ്പിച്ച് ചാണം വാരിയിട്ട് എല്ലാം കഴിഞ്ഞ് വെള്ളം കൊടുത്തുകൊണ്ടാണ് ഞങ്ങൾ കിടക്കാറ്. അപ്പം ഇവിടെ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ ഇവിടെ ഉണങ്ങിയ പുല്ല്, സാധാരണ പശുക്കള് ഉണങ്ങിയ പുല്ലുകളൊന്നും കഴിക്കാറില്ല, എല്ലാം നല്ല ഫ്രഷ് ആയിട്ടുള്ള. പക്ഷെ ഇവിടുത്തെ പശുക്കളെ ശീലിപ്പിച്ചുകൊണ്ടാണ് അങ്ങനെ കൊടുക്കുന്നത്. ഞങ്ങൾ 2 ദിവസം 3 എത്തിയാലും പുല്ലുകൾ ആ പുല്ല് തന്നെ കൊടുക്കണം. അല്ലാണ്ട് അങ്ങനെ പച്ചപ്പുല്ല് കൊടുക്കണം. അങ്ങനെ പച്ചപ്പുല്ല് കൊടുത്താൽ നല്ലതാന്ന് എല്ലാവരും പറയുന്നു. പക്ഷെ ഞങ്ങളിങ്ങനെ ഒന്നിച്ച് പോയി കൊണ്ടുവന്ന് ഒന്നിച്ചിട്ട് കൊടുത്തു. ലീല ചേച്ചിക്ക് 2017 മികച്ച ക്ഷീര കർഷകയ്ക്കുള്ള പഞ്ചായത്ത് അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഇനി അതിന്റെ വിശേഷങ്ങൾ കേൾക്കാം. മികച്ച ക്ഷീര കർഷകയ്ക്ക് 2017 അവാർഡ് കിട്ടല്ലേ? 2017 അത് പശു വളർത്തുന്നതൊന്നും ആയിരിക്കും ഞാൻ വിചാരിക്കുന്നു. എനിക്കറിയില്ലെന്ന് ഞാൻ പറഞ്ഞില്ല. എനിക്കറിയില്ല. അവരിവിടെ വന്ന് ഏല ഓഫീസർ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അറിയണം ഇങ്ങനെ ഒരു അവാർഡ് തരാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വീട്ടിൽ വന്നു. അങ്ങനെ അത് കിട്ടി. അപ്പൊ അന്ന് നമുക്ക് എത്ര പശു ഉണ്ടായിരുന്നു? അന്ന് 8 പശു ഉണ്ടായിരുന്നു. വേറെ കിടാക്കളും ഉണ്ടായിരുന്നു. അന്ന് നല്ല പാലുൽപാദനം ഉണ്ടായിരുന്നു. അവിടെ പശുക്കളും നല്ല പശുക്കളായിരുന്നു. ഇപ്പൊ അത്ര നല്ലതെന്ന് പറയാൻ പറ്റൂലല്ലോ, ഒക്കെ ക്ഷീണിച്ചല്ലേ. അപ്പൊ ചേട്ടനൊന്ന് പരിചയപ്പെടുത്താവോ? ചേട്ടനാണ് എന്റെ പശുവിനെ എല്ലാത്തിനും വേണ്ടിട്ട് സഹായിക്കുന്ന ആള്. ചേട്ടനും ഞാനും കൂടിയാണ് ഞങ്ങൾ 2 ആളും പശു വളർത്താനായിട്ട് നോക്കണത്. അപ്പൊ ചേട്ടന്റെ പേര്? എൻ്റെ പേര് സുന്ദരൻ. സഹായിക്കും. ഞങ്ങൾ 2 ആളും കൂടെ ഒരുമിച്ച് സഹകരിച്ചു പോകും. വേറെ കുഴപ്പമില്ല. ഒരുമിച്ച് തന്നെ പശു വളർത്തുന്നതായിരിക്കും നല്ലത്. അത് ഒറ്റയ്ക്കാകുമ്പോൾ ശരിയാവില്ലല്ലോ. ഇപ്പം നീ എടുക്കുന്നുള്ള വീട്ടും പേരും ഇല്ല. സഹകരിച്ച് പോവാ, അതാണ് ഏറ്റവും ഭംഗി. അല്ലെങ്കിൽ ഇപ്പോൾ ഒരാളെടുത്തും പറയുമ്പോൾ പറയാം നീ എടുത്തില്ല ഞാൻ എടുത്തില്ല എന്ന് പറയും. പക്ഷെ അത് ശരിയാവില്ലല്ലോ. അപ്പോൾ 2 ആളും കൂടെ സഹകരിക്കുന്നു, പണിയെടുക്കുന്നു, പോകുന്നു. അതുകൊണ്ട് വലിയ കുഴപ്പം കാണുന്നത്. ആദ്യം മുതൽക്ക് പശു വളർത്തലായിരുന്നു? എനിക്ക് തെങ്ങേറ്റം വന്നിട്ട് തലർക്കം വന്നപ്പോൾ തെങ്ങേറ്റം നിർത്തി. അത് കഴിഞ്ഞപ്പോഴാണ് പിന്നെ പശുവിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയത്. ഈ വീട്ടിലേക്ക് ഇറങ്ങി. അതിപ്പോൾ വലിയ കുഴപ്പമായിട്ട് എനിക്ക് തോന്നണില്ല.
ഇപ്പോൾ ചേച്ചിയുടെ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതിന് നന്ദി പറയുന്നു. ഇനിയും നല്ല രീതിയിൽ പശുക്കളെ വളർത്താൻ സാധിക്കട്ടെ. അപ്പോൾ ഇത്രയും സമയം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ലീല ചേച്ചിയുടെ സുന്ദരൻ ചേട്ടൻ്റെയും പശു വളർത്തലാണ്. ഇതോടെ ഞങ്ങളുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നതാണ്. അതുവരെ നമസ്കാരം.